ധർമ്മസ്ഥല. മഞ്ജുനാഥേശ്വര കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന സൗജന്യ കോളേജ് വിട്ട് കൂട്ടുകാരികൾക്കൊപ്പം കളിതമാശകൾ പറഞ്ഞും ചിരിച്ചും നടന്നു വരികയായിരുന്നു. കോളേജിൽ നിന്നെത്തുന്ന അവളെ കാത്ത് അമ്മ വീട്ടിൽ ഭക്ഷണം പോലും കഴിക്കാതെ നോക്കിയിരിക്കുന്നുമുണ്ടായിരുന്നു. അന്നേ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അന്ന് മഞ്ജുനാഥേശ്വര ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് സൗജന്യ കോളേജിൽ പോയതും പാതി വഴിയിൽ വെച്ച് അവൾ കൂട്ടുകാരികളോട് യാത്ര പറഞ്ഞ് വീടിന്റെ വഴിയിലേക്ക് നടന്നതും. പക്ഷേ അവൾ വീട്ടിൽ എത്തിയില്ല. പതിവ് സമയം കഴിഞ്ഞിട്ടും എത്തിച്ചേരാത്ത മകളെ ഓർത്ത് അമ്മയുടെ നെഞ്ച് കത്തി. അവളെ കാത്തിരുന്ന് മാതാപിതാക്കളുടെ കണ്ണ് കലങ്ങി. അവളുടെ വീടിന് മുകളിൽ ഇരുട്ട് പരന്നു. സൗജന്യയ്ക്ക് എന്തു പറ്റി എന്ന് അറിയാതെ പ്രിയപ്പെട്ടവർ അസ്വസ്ഥരായി. അവൾക്കെന്തോ അപകടം സംഭവിച്ചു എന്ന ഉറപ്പിൽ അവർ അന്വേഷണം ആരംഭിച്ചു. ബസ്സിറങ്ങി കൂട്ടുകാരികൾക്കൊപ്പം അവൾ നടന്നു വരുന്നത് കണ്ടവർ ഉണ്ടായിരുന്നു. തങ്ങൾ പാതി വഴി വരെ ഒരുമിച്ച് ഉണ്ടായിരുന്നുവെന്നും പിന്നീട് സൗജന്യ തന്റെ വഴിക്ക് നടന്നു പോവുകയായിരുന്നുവെന്ന് കൂട്ടുകാരികളും പറഞ്ഞു. ആ വഴിക്കും അവളുടെ വീടിനും ഇടയിൽ എന്താണ് സംഭവിച്ചത്? എവിടെ വെച്ചാണ് അവൾ അപ്രത്യക്ഷ ആയത്? അവൾ എവിടേക്കാണ് പോയത്? സൗജന്യയുടെ പ്രിയപ്പെട്ടവരുടെ ഉറക്കമില്ലാത്ത കണ്ണീരിൽ കുതിർന്ന രാത്രിയിലൂടെ നേരം പുലർന്നു. രണ്ടാം ദിവസം ആ വീട്ടുകാരെ തേടി ഞെട്ടിക്കുന്ന ഒരു വാർത്തയെത്തി. ധർമ്മസ്ഥലയ്ക്ക് സമീപത്തുള്ള വനത്തിൽ സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അവൾ അതിക്രൂരമായ വിധത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. സൗജന്യയുടെ കൊലപാതകത്തിന് ഉത്തരവാദികളെന്ന് 3 പേരെയാണ് നാട്ടുകാർ സംശയിച്ചത്. പക്ഷേ ആ കൊലപാതകത്തിന് ഉത്തരവാദിയെന്ന് കുറ്റം ആരോപിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെയാണ് CBIയും പ്രത്യേക അന്വേഷണ സംഘവും അറസ്റ്റ് ചെയ്തത്. കേസ് കോടതിയിലെത്തിയപ്പോൾ മതിയായ തെളിവുകളുടെ അഭാവത്തിൽ ആ ചെറുപ്പക്കാരനെ കോടതി വെറുതെ വിടുകയും ചെയ്തു. ആരായിരുന്നു സൗജന്യയുടെ യഥാർത്ഥ കൊലയാളികൾ? യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് CBIയും പ്രത്യേക അന്വേഷണ സംഘവും ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന് വേണ്ടിയുള്ള അന്വേഷണം പുനരാരംഭിച്ചതും ഏറെക്കുറെ പലരും വിസ്മരിച്ചു തുടങ്ങിയ സൗജന്യ വധക്കേസിന്റെ പിന്നാമ്പുറ കഥകൾ വർത്തമാന കാലഘട്ടത്തിന്റെ ഉറക്കം കെടുത്തി തുടങ്ങിയതും ധർമ്മസ്ഥലയിലെ ഒരു ശുചീകരണ തൊഴിലാളി അടുത്തയിടെ നടത്തിയ തുറന്നു പറച്ചിലൂടെയാണ്. വർഷങ്ങളായി ഉള്ളിൽ അടക്കി വെച്ചിരുന്ന രഹസ്യങ്ങൾ പുറത്തുവിട്ടതിലൂടെയായിരുന്നു അത് കേട്ട് നടുങ്ങാത്തവർ ഉണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്കും ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു അയാൾ പുറത്തുവിട്ടത്. 100-ലധികം സ്ത്രീകളുടെ മൃതശരീരങ്ങൾ കുഴിച്ചിടാൻ താൻ നിർബന്ധിതനായിട്ടുണ്ട് എന്നും കൊല്ലപ്പെട്ട സ്ത്രീകളെല്ലാം ബലാത്സംഗത്തിന് ഇരകളായിരുന്നു എന്നുമായിരുന്നു അയാളുടെ വെളിപ്പെടുത്തൽ. വർഷങ്ങളായി ധർമ്മസ്ഥലയിൽ നടന്നുകൊണ്ടിരുന്ന ദുരൂഹ മരണങ്ങളുടെയും അജ്ഞാത മരണങ്ങളുടെയും രഹസ്യങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതോടെ ധർമ്മസ്ഥല എന്നത് മരണത്തിന്റെ താഴ്വരയായി മാറിയിരിക്കുന്നു. ഒരുപറ്റം നരാധമന്മാരുടെ ക്രൂരതകളുടെ വന്യഭൂമിയായി അത് മാറിയിരിക്കുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആ കഥയാണ്. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകങ്ങളുടെ കഥയാണിത്. മുതലുള്ള 20 വർഷ കാലയളവിൽ ധർമ്മസ്ഥലയിൽ നടന്ന കൂട്ടക്കൊലപാതകങ്ങളുടെ ആരും പറയാത്ത, അറിഞ്ഞിട്ടില്ലാത്ത കഥകളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങാടി താലൂക്കിൽ നേത്രാവതി നദിക്ക് സമീപമായുള്ള ഒരു ക്ഷേത്ര നഗരമാണ് ധർമ്മസ്ഥല. ധർമ്മസ്ഥലയിൽ ഒരു ക്ഷേത്രമുണ്ട്. 8-ാം നൂറ്റാണ്ട് മുതൽക്കുള്ള പഴക്കമുള്ള ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം. പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇത്. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദിവസം തോറും 1000-ഓളം പേർ വന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണിത്. 5000-ഓളം ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം നൽകുവാൻ കഴിയുന്ന വിധത്തിലുള്ള ശാല ഇവിടെയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ക്ഷേത്രത്തെക്കുറിച്ചും സൗകര്യങ്ങളെക്കുറിച്ചും ഏകദേശം ഒരു ധാരണ നമുക്ക് ലഭിക്കും. ഉത്സവകാലങ്ങളിൽ 1 ലക്ഷത്തോളം പേർ ഇവിടെ വരാറുണ്ട്. ഇങ്ങനെ ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ട ധർമ്മം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പേരുള്ള ധർമ്മസ്ഥലത്താണ് മനുഷ്യ മനസാക്ഷിയെ മുഴുവൻ നടുക്കുന്ന ഈ കൊലപാതക പരമ്പര നടന്നിരിക്കുന്നത് എന്നതാണ് അത്യന്തം വിരോധാഭാസമായിട്ടുള്ളത്. ധർമ്മസ്ഥലയെ കുറിച്ച് അവിടെ പോയവർ രേഖപ്പെടുത്തിയ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ധർമ്മസ്ഥലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സേന ഉണ്ടായിരുന്നില്ല. 500-ഓളം ഏക്കർ വിസ്തൃതിയിൽ വനമേഖലയിലാണ് ക്ഷേത്രവും അനുബന്ധ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും പുറം ലോകം അറിയാറില്ല.
ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദിവസവും ഇവിടെ എത്തിച്ചേരുന്നത്. അക്കൂട്ടത്തിൽ ഒന്നോ രണ്ടോ പേർ മിസ്സായാൽ അവരുടെ ബന്ധുക്കളല്ലാതെ മറ്റാരും തിരിച്ചറിയുക പോലുമില്ല. അപരിചിതരായ പെൺകുട്ടികൾ ഓട്ടോയിൽ കയറി സഞ്ചരിക്കുമ്പോൾ അവരെ തട്ടിക്കൊണ്ടുപോയി ചിലർക്ക് കൈമാറുന്ന ഓട്ടോ സംഘങ്ങളും ഇവിടെ സജീവമാണ് എന്ന് പറയപ്പെടുന്നു. 1995 മുതൽ 2014 വരെയുള്ള കാലയളവിൽ 100-ലധികം സ്ത്രീകളുടെ മൃതശരീരങ്ങൾ താൻ മറവ് ചെയ്തിട്ടുണ്ട് എന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലാണ് സൗജന്യയുടേത് ഉൾപ്പെടെയുള്ള അനേകം കൊലപാതകങ്ങൾക്ക് പിന്നിലെ രഹസ്യങ്ങളെ മറനീക്കി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഭൂരിപക്ഷവും യുവതികളും പ്രായപൂർത്തി ആകാത്തവരുമായ പെൺകുട്ടികളുമായിരുന്നുവെന്നാണ് അയാൾ വെളിപ്പെടുത്തിയത്. പല മൃതദേഹങ്ങൾക്കും അടിവസ്ത്രങ്ങൾ ഇല്ലായിരുന്നതും സ്വകാര്യ ഭാഗങ്ങളിൽ ആഴത്തിലുള്ള മുറിവുകൾ കണ്ടതുമാണ് അവരെയെല്ലാം ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് കൊല്ലപ്പെട്ടത് എന്ന നിഗമനത്തിൽ എത്താൻ കാരണമായത് എന്നും അയാൾ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. 1995 മുതൽ 2014 വരെ ധർമ്മസ്ഥല പ്രദേശത്ത് അസ്വാഭാവികമായ രീതിയിൽ മരണമടഞ്ഞവരുടെ എണ്ണം 600 അതിൽ 400 പേർ സ്ത്രീകൾ ആയിരുന്നു. അതിൽ 100 പേരുടെ മൃതദേഹങ്ങളാണ് താൻ മറവ് ചെയ്തത് എന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ അവകാശവാദം. ഈ സ്ത്രീകൾ ധർമ്മസ്ഥല നിവാസികൾ മാത്രം ആയിരുന്നില്ല. തീർത്ഥാടനത്തിനായി എത്തിയിരുന്ന അന്യദേശങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ, തീർത്ഥാടന ആലയത്തിന്റെ സമീപ പ്രദേശങ്ങളിലെ ലോഡ്ജുകളിൽ മുറിയെടുത്തവർ, ഓട്ടോയിൽ യാത്ര ചെയ്തവർ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികൾ എന്നിവരെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ കണക്കുകൾ. മൃതദേഹങ്ങളെല്ലാം വനപ്രദേശങ്ങളിൽ നിന്നും നേത്രാവതി നദിയുടെ തീരത്ത് നിന്നുമാണ് കണ്ടെടുക്കപ്പെട്ടത്. ആ മരണങ്ങളെല്ലാം അസ്വാഭാവികമെന്ന് വിധി എഴുതി പോലീസ് കേസ് ക്ലോസ് ചെയ്യുകയായിരുന്നു. കണ്ടെടുക്കപ്പെടാത്തതും രേഖപ്പെടുത്താത്തതുമായ മൃതദേഹങ്ങളാണ് വർഷങ്ങളോളം മണ്ണിൽ മറഞ്ഞു കിടന്നതിന് ശേഷം ഇപ്പോൾ വർത്തമാനകാലത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലോടെ ഉയർന്നു വന്നിരിക്കുന്നത്. ഇതൊരു കാവ്യനീതിയായി തന്നെ പരിഗണിക്കേണ്ടതാണ്. നിശബ്ദമാക്കപ്പെട്ടാലും കുഴിച്ചു മൂടപ്പെട്ടാലും സത്യത്തിന് ഉയർത്തെഴുന്നേൽക്കാതെ ഇരിക്കാൻ ആകില്ല എന്നതിന് ചിലപ്പോൾ വർഷങ്ങൾ പലത് എടുത്താലും അത് ഒരു കാലത്ത് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായി തെളിവായി മാറുകയാണ് ഈ വെളിപ്പെടുത്തലുകൾ. ക്ഷേത്രത്തിലെ സൂപ്പർവൈസറുടെ ഭീഷണിയെ തുടർന്നാണ് താൻ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ തയ്യാറായത് എന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾ. ഒടുവിൽ തന്റെ കുടുംബത്തിലെ തന്നെ ഒരു പെൺകുട്ടിയുടെ മാനം നഷ്ടപ്പെടുന്നതിനും അയാൾക്ക് സാക്ഷിയാകേണ്ടി വന്നു. തന്റെയും പ്രിയപ്പെട്ടവരുടെയും ജീവനും മാനാഭിമാനങ്ങളും സംരക്ഷിക്കുന്നതിനായി ഒരു നാൾ അയാൾക്കും കുടുംബത്തിനും ധർമ്മസ്ഥലയിൽ നിന്ന് പലായനം ചെയ്യേണ്ടതായി വന്നു. 2014 ആയിരുന്നു അയാളുടെ പലായനം. അന്നുവരെ ധർമ്മസ്ഥലയിൽ ഉണ്ടായിരുന്ന അയാളെ പിന്നീട് ആരും കണ്ടതുമില്ല. എവിടെയാണ് അയാൾ കഴിഞ്ഞ ഈ വർഷങ്ങൾ അത്രയും കഴിഞ്ഞത് എന്ന ചോദ്യത്തിനും ഉത്തരമില്ല. പക്ഷേ ഉമിത്തി എന്ന പോലെ അയാളുടെ ഉള്ളം നീറി കത്തുന്നുണ്ടായിരുന്നു. ആ ചൂട് സഹിക്കാനാകാതെ വന്നപ്പോഴായിരുന്നു സ്വന്തം മനസാക്ഷിയുടെ സ്വരമനുസരിച്ചുള്ള അയാളുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. ഇത്രയും നീണ്ട വർഷം മുഴുവൻ കുറ്റബോധത്തിൽ മുഴുകിയിരുന്ന അയാളുടെ ജീവിതം പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാത്ത വിധം കുറ്റബോധം ജീവിതത്തെ വരിഞ്ഞു മുറുക്കിയപ്പോൾ ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടാണ് അയാൾ നടുക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഇരകൾക്ക് നീതി ലഭിക്കണം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം അയാൾ പറയുന്നു. മൃതദേഹങ്ങൾ കത്തിച്ചതിന് ശേഷം കുഴിച്ചു മൂടുകയാണ് ചെയ്തത് അത്രേ. മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയതിന്റെ ഫോട്ടോകളും അസ്ഥി കഷ്ണങ്ങളും അയാൾ കാണിക്കുകയും ചെയ്തു. ശുചീകരണ തൊഴിലാളിയുടെ പേരോ മറ്റു വിവരങ്ങളോ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. അയാളും കുടുംബവും പോലീസ് സംരക്ഷണയിലാണ് കഴിഞ്ഞുകൂടുന്നത്. പ്രമാദമായ വെളിപ്പെടുത്തലിനെ തുടർന്ന് ദക്ഷിണ കർണാടക SP കെ അരുണിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. കുഴിച്ചിട്ടതെന്ന് അയാൾ ആരോപിച്ച സ്ഥലത്ത് നിന്ന് തലയോട്ടികളും മറ്റും കണ്ടെടുക്കപ്പെട്ടിട്ടുമുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതലും കൃത്യമായ രീതിയിലും അന്വേഷണം നടക്കുകയാണെങ്കിൽ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതക പരമ്പരയുടെ രഹസ്യങ്ങളായിരിക്കും അനാവരണം ചെയ്യപ്പെടാൻ പോകുന്നത്. നമുക്ക് വീണ്ടും സൗജന്യയുടെ കേസിലേക്ക് തിരികെ വരാം. സൗജന്യയെ കാണാതായ ദിവസം തന്നെ വീട്ടുകാർ പരാതിയുമായി ധർമ്മസ്ഥലം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. പക്ഷേ പോലീസുകാർ അവരുടെ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല.
അടുത്ത ദിവസം വരാൻ പറഞ്ഞ് പോലീസുകാർ വീട്ടുകാരെ പറഞ്ഞയച്ചു. പിറ്റേന്ന് രാവിലെ വീണ്ടും ആ മാതാപിതാക്കളും നാട്ടുകാരും പോലീസ് സ്റ്റേഷനിൽ എത്തി. അവരുടെ നിർബന്ധം സഹിക്കവയ്യാതെ പോലീസുകാർക്ക് ഒടുവിൽ FIR തയ്യാറാക്കേണ്ടതായി വന്നു. അപ്പോഴേക്കും അവളുടെ മൃതദേഹം കണ്ടെത്തി എന്ന വാർത്തയും എത്തുകയുണ്ടായി. കഴിഞ്ഞ ദിവസം നാട്ടുകാർ മുഴുവൻ ചേർന്ന് അന്വേഷിച്ചു പോയ അതേ സ്ഥലത്തായിരുന്നു സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തിയത്. വാരിയെല്ലുകൾ തകർന്നും അർദ്ധനഗ്നയായും സ്വകാര്യ ഭാഗങ്ങളിൽ 6 ഇഞ്ച് ആഴത്തിൽ മുറിവുകളോടെയും കൈകൾ പിന്നിലേക്ക് പിടിച്ച് കെട്ടിയിരിക്കുന്ന വിധത്തിലുമായിരുന്നു സൗജന്യയുടെ മൃതദേഹം കിടന്നിരുന്നത്. മനുഷ്യനായി പിറന്ന ഏതൊരു മനുഷ്യന്റെയും ചങ്ക് തകർക്കുന്ന കാഴ്ചകളായിരുന്നു അത്. ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം സൗജന്യയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് ആ മൃതദേഹത്തിൽ നിന്ന് തന്നെ സൂചനകൾ വ്യക്തമാക്കിയിരുന്നത്. സൗജന്യയെ ഇടവഴിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. അതിനുശേഷം കൊലപ്പെടുത്തി മൃതദേഹം വനത്തിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തിയത്. സാഹചര്യ തെളിവുകളും സംശയങ്ങളും 3 പേർക്ക് എതിരെ ആയിരുന്നു നീണ്ടു ചെന്നത്. മാലിക് ജയൻ, ഉദയ് ജയൻ, ധീരജ് കെല്ല എന്നിവരായിരുന്നു ആ 3 മനുഷ്യർ. ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിലെ ട്രസ്റ്റിമാരായിരുന്നു അവർ. സൗജന്യയെ കാണാതായ ദിവസം അവളുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് സംശയാസ്പദമായി നാട്ടുകാർ ഈ 3 പേരെയും കണ്ടെത്തിയിരുന്നു. മാത്രവുമല്ല, രാത്രിയും പകലും അരിച്ചു പെറുക്കി നോക്കിയിട്ടും അന്നൊന്നും കണ്ടെത്താതെ പോയ സൗജന്യയുടെ മൃതദേഹം ആ സ്ഥലത്ത് തന്നെ കണ്ടെത്തിയതിന് പിന്നിലും ദുരൂഹതയുണ്ട് എന്നായിരുന്നു നാട്ടുകാരുടെ ആരോപണം. നാട്ടുകാർ ഇവരെ കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് കൈമാറുകയും ചെയ്തു. പക്ഷേ ബസ്സിറങ്ങി കൂട്ടുകാരികളോട് യാത്ര പറഞ്ഞ് സ്വന്തം വീട്ടിലേക്കുള്ള 20 മിനിറ്റ് മാത്രം സമയത്തെ യാത്രക്കിടയിൽ സൗജന്യക്ക് എന്താണ് സംഭവിച്ചത്? ആരാണ് അവളോട് ഈ ദ്രോഹം ചെയ്തത്? നാട്ടുകാരുടെ രോഷം അണപൊട്ടി ഒഴുകി. അവർ ഒന്നടങ്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ജനക്കൂട്ടത്തെ ശാന്തരാക്കാൻ ഒരു പ്രതിയെ കണ്ടെത്തേണ്ടത് പോലീസിന്റെ ആവശ്യമായിരുന്നു. സമർത്ഥമായ അവരുടെ വലവിരിക്കലിൽ ചെന്നു വീണത് സന്തോഷ് റാവു എന്ന മാനസിക രോഗിയായ ചെറുപ്പക്കാരനായിരുന്നു. മേൽപ്പറഞ്ഞ ഈ 3 പേരാണ് സന്തോഷ് റാവുവിനെ പോലീസിന് പിടിച്ചുകൊടുത്തത് എന്നതാണ് അതിന് പിന്നിലെ ക്രൂരമായ മറ്റൊരു തമാശ. ഉത്സവത്തിൽ പങ്കെടുക്കാൻ അയൽ ഗ്രാമത്തിൽ നിന്നും വന്ന സന്തോഷ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ട ഈ 3 പേരും അയാളുടെ അടുത്ത് ചെല്ലുകയും മർദ്ദിച്ചവശനാക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് കൊടുക്കുകയുമായിരുന്നു ചെയ്തത്. ഇവനാണ് സൗജന്യയെ കൊന്നത് എന്ന് അവർ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പണത്തിനു മീതെ പരുന്തും പറക്കാത്ത സാഹചര്യത്തിൽ പോലീസ് പിന്നെ ഒന്നും ആലോചിച്ചില്ല. തങ്ങളെ വിലക്കെടുക്കാൻ കഴിവുള്ളവർ പറയുന്നത് അപ്പടി അനുസരിച്ച് വിനീത വിധേയ ദാസന്മാരായി കടമ നിറവേറ്റി. സൗജന്യ വധക്കേസിൽ പ്രതി അറസ്റ്റിൽ എന്ന് പറഞ്ഞ് അവർ സന്തോഷ് റാവുവിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞവരെ പോലീസ് സംശയിക്കുകയോ പേരിന് പോലും ചോദ്യം ചെയ്യുകയോ ചെയ്തില്ല എന്നതാണ് വാസ്തവം. മറിച്ച് നിരപരാധിയായ ആ ചെറുപ്പക്കാരനെ അവർ പ്രതിയാക്കി മാറ്റി. അമ്പലങ്ങൾ തോറും കയറിയിറങ്ങി പ്രാർത്ഥിക്കുന്ന തികച്ചും സ്വാത്വികനായ ഒരു ചെറുപ്പക്കാരൻ കൂടിയായിരുന്നു അയാൾ. തന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നോ മർദ്ദിക്കുന്നതെന്നോ അയാൾക്ക് അറിയില്ലായിരുന്നു. എന്നിട്ടും പോലീസ് പറഞ്ഞതെല്ലാം അയാൾ അനുസരിച്ചു, സമ്മതിച്ചു. അങ്ങനെ സൗജന്യയെ കാണുക പോലും ചെയ്തിട്ടില്ലാത്ത സന്തോഷ് സൗജന്യയുടെ കൊലപാതകിയായി മാറി. പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ കൊലപാതകം ചെയ്ത രീതി പോലും അയാൾ കാണിച്ചു കൊടുക്കുകയുണ്ടായി. മൃതദേഹം കാണപ്പെട്ട സ്ഥലത്ത് നിന്ന് അയാളുടെ വസ്ത്രം പോലീസ് തൊണ്ടിയായി കണ്ടെത്തുക വരെ ചെയ്തു. പോലീസ് വിചാരിച്ചാൽ നടക്കാത്തതായി എന്താണ് ഉള്ളത്? അന്തസ്സോടെ നീതി നടത്തി കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടി അപമാനവും അവഹേളനവും വരുത്തി വെച്ചു കൊടുത്ത ധർമ്മസ്ഥലയിലെ പോലീസുകാരെ കുറിച്ച് കഷ്ടം എന്നല്ലാതെ മറ്റെന്താണ് നമ്മൾക്ക് പറയാൻ കഴിയുക? അറസ്റ്റ് ചെയ്ത് 3 മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് സൗജന്യ വധക്കേസിൽ പ്രതിയാക്കിയാണ് പോലീസ് മർദ്ദിക്കുന്നത് എന്ന് താൻ അറിഞ്ഞത് എന്നാണ് ആ ചെറുപ്പക്കാരൻ പിന്നീട് വെളിപ്പെടുത്തിയത്. പോലീസിന് മാത്രമേ സന്തോഷ് റാവുവിനെ കുറ്റവാളിയായി കാണാൻ കഴിഞ്ഞുള്ളൂ. കോടതിയിലെത്തിയപ്പോൾ സന്തോഷ് റാവുവിനെതിരെയുള്ള ആരോപണങ്ങൾ ഒന്നുപോലും നിലനിൽക്കുന്നതല്ല എന്ന് കോടതി കണ്ടെത്തി. മാത്രവുമല്ല, ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാൻ അശക്തൻ കൂടിയായിരുന്നു സന്തോഷ്. അങ്ങനെ ഒരാൾ പോലീസ് ആരോപിച്ചതുപോലെയുള്ള കുറ്റകൃത്യം ചെയ്യില്ലെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ കുറ്റവിമുക്തൻ ആയി എങ്കിലും പിന്നെയും പോലീസ് സന്തോഷിന്റെ പുറകെ തന്നെ ആയിരുന്നു. അതാകട്ടെ CBI ഉദ്യോഗസ്ഥരുടെ രൂപത്തിൽ ആയിരുന്നുവെന്ന് മാത്രം. ജനക്ഷോഭം കണക്കിലെടുത്താണ് സൗജന്യ കേസ് CBIക്ക് കൈമാറിയത്. ജനങ്ങളുടെ പരാതി മാനിച്ച് മുൻപ് പറഞ്ഞ 3 പേരെയും CBI ചോദ്യം ചെയ്തുവെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചില്ലെന്നാണ് അവർ വ്യക്തമാക്കിയത്.
അവരുടെ നോട്ടവും സന്തോഷിന്റെ മേൽ തന്നെ ആയിരുന്നു. അങ്ങനെ വീണ്ടും സന്തോഷ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. CBI അയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. പക്ഷേ അവിടെയും ദൈവം സന്തോഷിനൊപ്പം തന്നെയായിരുന്നു. 2023 ജൂൺ മാസത്തിൽ കോടതി സന്തോഷ് റാവുവിനെ കുറ്റവിമുക്തൻ ആക്കി. കൂടാതെ സൗജന്യ കൊലക്കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തണമെന്നും കോടതി നിരീക്ഷിച്ചു. എന്നാൽ പോലീസുകാർക്കെതിരെയോ യഥാർത്ഥ പ്രതികൾക്കെതിരെയോ അന്വേഷണം നടന്നില്ല. ഈ സാഹചര്യത്തിൽ സൗജന്യയുടെ പിതാവ് കോടതിയെ സമീപിച്ചു. 2024 അത്. കോടതി അയാളുടെ പരാതി ഫയലിൽ സ്വീകരിച്ചു. സൗജന്യ കേസിൽ സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. എന്നിട്ടും കേസ് ഒരു അടി പോലും മുന്നോട്ട് പോയില്ല. കാരണം പ്രബലന്മാരാണ് കേസിന് പിന്നിൽ ഉള്ളത്. മുൻപ് പറഞ്ഞ 3 പേർ രാഷ്ട്രീയത്തിലും ഭരണത്തിലും സ്വാധീനമുള്ള ചിലരുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് എന്നത് തന്നെയാണ് സൗജന്യ വധക്കേസ് നേരിടുന്ന പ്രതിസന്ധി. തെളിവുകൾ ഇല്ലാഞ്ഞിട്ടല്ല, പോലീസ് തന്നെ ഓരോ തെളിവുകളും നശിപ്പിച്ചു എന്നതാണ് ഈ കേസിന്റെ ദുർവിധി. യഥാർത്ഥ തെളിവുകൾ നശിപ്പിക്കുകയും കൃത്രിമ തെളിവുകൾ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് പോലീസ് ഇവിടെ ക്രിമിനലുകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയായിരുന്നു. കുറ്റക്കാരനല്ലെന്ന് കോടതി വെറുതെ വിട്ടിട്ടും ഇന്ന് സന്തോഷിന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത്. സമൂഹത്തിന് മുന്നിൽ അയാൾ കുറ്റവാളിയാണ്. അയാളെ വിവാഹം കഴിക്കാൻ ഒരു യുവതിയും തയ്യാറാകുന്നില്ല. വീട്ടുകാർക്ക് അപമാനം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. സൗജന്യയെ കൊന്നത് ആരാണ്? ഇന്നും ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. ആ ചോദ്യങ്ങൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ ഉയർന്നു വരുന്നതിന് കാരണമായി തീർന്നിരിക്കുകയാണ് ശുചീകരണ തൊഴിലാളിയുടെ ഈ വെളിപ്പെടുത്തൽ. സൗജന്യ വധക്കേസിൽ യഥാർത്ഥ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വീട്ടുകാരും സമരസമിതിയും പ്രക്ഷോഭവുമായി രംഗത്തെത്തിയ അവസരത്തിൽ തന്നെയാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ എന്നത് യാദൃച്ഛികമോ ദൈവനിശ്ചയമോ അറിയില്ല. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലോടെ ഓരോ ദിവസവും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ് എന്നതാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ധർമ്മസ്ഥലയിൽ വന്ന് കാണാതെ പോവുകയോ ദുരൂഹ സാഹചര്യത്തിൽ മരണമടയുകയോ ചെയ്ത പെൺകുട്ടികളുടെ ബന്ധുക്കളാണ് പരാതികളുമായി ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടനുസരിച്ച് 2003 കാണാതായ അനന്യ ഭാട്ടെ എന്ന MBBS വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കളാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. സഹപാഠികൾക്കൊപ്പം ധർമ്മസ്ഥലയിലെത്തിയ അനന്യയെ പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. മകളെ തിരക്കിയെത്തിയ തനിക്ക് മോശം അനുഭവമാണ് ഉണ്ടായത് എന്നും ക്ഷേത്ര പരിസരത്ത് നിന്ന് 4 പേർ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു എന്നും അനന്യയുടെ അമ്മ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളി പെൺകുട്ടിയും ഉണ്ട് എന്നതാണ് മറ്റൊരു വിവരം. 1987 ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം കൈകാലുകൾ വെട്ടിയ നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത്. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പെൺകുട്ടിയുടെ സഹോദരൻ കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കാസർഗോട്ടുകാരായ മലയാളികളാണ് കൂടുതലും ഈ ക്ഷേത്രത്തിൽ എത്തുന്നത്. ആലോചിച്ചു നോക്കുന്തോറും ദുരൂഹത വർദ്ധിക്കുന്ന ഒരു സംഭവമാണ് ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങൾ. വർഷങ്ങളുടെ ദൈർഘ്യവും പഴക്കവുമാണ് ഈ കൊലപാതക പരമ്പരകൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരാളോ 2 പേരോ ആണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് കരുതാൻ കഴിയില്ല. പല കാലങ്ങളിലായി പല വ്യക്തികൾ നടത്തിയ കൊലപാതകങ്ങൾ എന്നൊരു നിഗമനത്തിൽ എത്തുകയായിരിക്കും കൂടുതൽ നല്ലത് എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വരുന്ന കൊലപാതകങ്ങളാണ് ധർമ്മസ്ഥലയിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മരണഭൂമി നമ്മെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും പെൺകുട്ടികളെ 1-2 പേർ ക്രൂരമായി കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ നടന്നേക്കാമെങ്കിലും 400-ലധികം സ്ത്രീകളെ പല കാലങ്ങളിലായി ചിലർ കൊലപ്പെടുത്തി ഒരേ സ്ഥലത്ത് തന്നെ മറവ് ചെയ്തു എന്ന് പറയുന്നത് നിസ്സാരമായ സംഭവങ്ങളല്ല. എന്നാൽ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ഒരാൾ അത്യന്തം വെല്ലുവിളികളും അപകടങ്ങളും നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ തെളിവുകൾ സഹിതം വെളിപ്പെടുത്തലുകൾ നടത്തുകയും അതിന്റെ ചുവട് പിടിച്ചുള്ള ആദ്യ അന്വേഷണത്തിൽ തന്നെ തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് ധർമ്മസ്ഥല കേസിനെ മറ്റെല്ലാ കേസുകളിൽ നിന്നും ഇപ്പോൾ വ്യത്യസ്തമാക്കുന്നത്. ഇനി കൊലപാതകങ്ങൾ സത്യമാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ തന്നെയും പോലീസിന് മുന്നിൽ കടമ്പകൾ ഏറെയാണ്. കൊന്നവർ ആര്, കൊല്ലപ്പെട്ടവർ ആര് എന്ന കാര്യം കണ്ടെത്തുക എന്നത് ദുഷ്കരമായിരിക്കുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. കൊല്ലപ്പെട്ട ചിലരുടെ പേരുകൾ മാത്രമേ അറിയൂ. പേരറിയാത്തവരാണ് കൂടുതൽ ആളുകളും. യാചകർ വരെ അതിൽ പെടുന്നുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഉണ്ട്. വർഷങ്ങളുടെ പഴക്കം ചെന്ന കേസുകളാണ് ഏറെയും. മൊഴികൾ എടുക്കാൻ സന്നദ്ധരായവരുടെ അഭാവം ഈ കേസുകളിൽ പലതിലും നല്ലതുപോലെയുണ്ട്. അതുകൊണ്ട് തന്നെ
കൊല്ലപ്പെട്ടവർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ധർമ്മസ്ഥലയിൽ നടന്ന കൊലപാതകങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളത് 1979 നടന്ന കൊലപാതകമാണ് എന്നാണ് ചിലർ പറയുന്നത്. കൊലപാതകം നടത്തിയ ആൾക്ക് അന്ന് 30 വയസ്സ് പ്രായമുണ്ടെങ്കിൽ പോലും ഇന്ന് ജീവിച്ചിരിക്കാൻ സാധ്യത കുറവാണ്, അല്ലെങ്കിൽ അവർ രോഗികൾ ആയിട്ടുണ്ടാകും. ഇങ്ങനെ ധർമ്മസ്ഥലയിലെ പോലീസ് അന്വേഷണം പലതരം വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്നുണ്ട്. 2014 മുതൽക്കുള്ള കൊലപാതക കേസുകൾ മാത്രമേ കൊലപാതകികളിലേക്ക് നയിക്കത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ അവശേഷിപ്പിക്കുന്നുള്ളൂ എന്നാണ് കരുതപ്പെടുന്നത്. ഇവിടെ കുറ്റവാളികളെക്കാൾ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി വിചാരണ ചെയ്യേണ്ടത് പോലീസുകാരെയാണ്. പരാതി പറയാനെത്തുന്നവരുടെ പരാതികൾ പോലും സ്വീകരിക്കാൻ തയ്യാറാകാത്ത ക്രിമിനൽ സംഘങ്ങൾക്ക് അഴിഞ്ഞാടാൻ എല്ലാ അവസരവും ഒരുക്കി കൊടുക്കുന്ന പോലീസുകാർ തന്നെയല്ലേ ഇവിടെ ഒന്നാം പ്രതികൾ. അതിനുശേഷം മാത്രമേ കൊലപാതകികളും പീഡകരും വരികയുള്ളൂ. ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാജ്യത്ത് 21ാം നൂറ്റാണ്ടിലും നിയമവ്യവസ്ഥ ദുർബലവും അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്നതുമാണ് എന്ന് വരുന്നതിൽ ഓരോ ഇന്ത്യൻ പൗരനും ലജ്ജിച്ച് തല താഴ്ത്തേണ്ടതുണ്ട്. സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയും കുറ്റവാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ നടത്തിക്കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടവരാണ് മാധ്യമ പ്രവർത്തകർ. എന്നാൽ ഇത്രയ്ക്കും കിരാതവും പൈശാചികവുമായ കൂട്ടക്കൊലപാതകങ്ങൾ നടന്നിട്ടും അതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ നടന്നിട്ടും കർണാടകയിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും അപായകരമായ വിധത്തിലുള്ള നിശബ്ദതയാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ചില മാധ്യമങ്ങൾ മാത്രമേ പേരിനെങ്കിലും ഇതേക്കുറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നുള്ളൂ. വാർത്തകൾ നൽകിയ യൂട്യൂബ് ചാനലുകൾ പലർക്കും കണ്ടന്റ് നീക്കം ചെയ്യേണ്ടതായി വന്നു. മറ്റു ചിലത് പ്രൈവറ്റ് ആക്കി മാറ്റേണ്ടി വന്നു. മാധ്യമങ്ങളെയും സത്യങ്ങളെയും കുറ്റവാളികൾ ഭയക്കുന്നുണ്ട് എന്നാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പ്രമുഖ മാധ്യമങ്ങളിൽ പലതും ഈ കേസിന് വേണ്ടത്ര കവറേജ് നൽകിയിട്ടില്ല എന്നും നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇത് എന്തുകൊണ്ടാണ് എന്ന് സംശയിക്കുമ്പോഴാണ് ഈ കൂട്ടക്കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള കറുത്ത കരങ്ങളുടെ സ്വാധീനവും എന്തിനേയും വിലക്കെടുക്കാനും നിശബ്ദമാക്കാനുമുള്ള അവരുടെ ഗൂഢശ്രമങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധ്യമങ്ങളെ പോലും വിലക്കെടുക്കാൻ കഴിയുന്ന ഈ കിരാതന്മാർക്കെതിരെ അതുകൊണ്ട് തന്നെ ഒരു തൂലികയും ചലിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സത്യത്തോടും നീതിയോടും ഇത്തിരിയെങ്കിലും തുറവിയുള്ള സത്യം വെളിച്ചത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഇതിനെതിരെ ശബ്ദിച്ചാൽ അവരുടെ പേരിൽ കടുത്ത മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക മാത്രമാണ് എതിരാളികളുടെ പതിവ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ ഈ അക്രമികളെ കുറിച്ച് എല്ലാവരും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. 20 വർഷത്തിനിടയിൽ 100-ലധികം പെൺകുട്ടികളെയും സ്ത്രീകളെയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയവർ ആരൊക്കെയാണ്? അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് സാധിക്കുമോ? അതോ 20 വർഷം അവരെ പരിരക്ഷിച്ചു നിർത്തിയ ഈ രാജ്യത്തിലെ അധികാര വ്യവസ്ഥ അവരെ തുടർന്നും സംരക്ഷിക്കുമോ? അങ്ങനെയെങ്കിൽ ഇവിടെ ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും ഉണ്ട് എന്ന് പറയാൻ കഴിയുമോ? ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആര് നീതി നടത്തി കൊടുക്കും? ആര് അവരെ സംരക്ഷിക്കും? ഈ അവസരത്തിലാണ് ആക്ഷൻ കമ്മിറ്റി അംഗത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: 20 വർഷങ്ങൾക്ക് മുൻപ് മുതൽ നടന്ന കൂട്ടക്കൊലപാതക പരമ്പരയാണ് ഇത്. പോലീസ് നടപടി എടുത്തില്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റിക്കാർ നേരിട്ട് ഇറങ്ങി മൃതദേഹങ്ങൾ പുറത്തെടുക്കും. ജയിലിൽ പോകാൻ ഞങ്ങൾ തയ്യാറാണ്.